ഫോർത്ത് മൊഡ്യൂളിൽ ഹാഷിംഗ് കൂടാതെ 2 ടോപ്പിക്സ് അഡീഷണൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സെർച്ചിങ് ആൻഡ് സോർട്ടിങ്. സെർച്ചിങ്ങിനകത്ത് 2 അൽഗോരിതം പഠിക്കാനുണ്ട്, ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോർട്ടിങ്ങിനകത്ത് വരുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോർട്ടിങ് നമുക്ക് പഠിക്കാനുണ്ട്. സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ഹീപ്പ് സോർട്ട്, റാഡിക്സ് സോർട്ട്. ഇത്രയും സോർട്ടിങ് അൽഗോരിതംസ് ആണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഫോർത്ത് മൊഡ്യൂളിനകത്ത് 6 സോർട്ടിങ് അൽഗോരിതംസ്, 2 സെർച്ചിങ് അൽഗോരിതംസ്, 8 അൽഗോരിതംസ് ആണ്. ഇത് കൂടാതെ ഹാഷിങ്ങിനകത്ത് നമുക്ക് 46 അൽഗോരിതംസ് പഠിക്കാനുണ്ട്. അറൌണ്ട് 14 അൽഗോരിതംസ് നമുക്ക് മൊഡ്യൂൾ 4-നകത്ത് പഠിക്കാനുണ്ട്. ടോട്ടൽ ഈ സബ്ജക്റ്റിനകത്ത് ഒരു 35 to 40 അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുണ്ടാവും. ഈ സബ്ജക്റ്റിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, എക്സാമിന് തലേദിവസം ഈ അൽഗോരിതംസ് എല്ലാം കൂടി നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. സോ ഈ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങും, കുറേശ്ശെ അൽഗോരിതംസ് പഠിച്ചു പോവുക. എക്സാമിന് 2-3 ദിവസം മുന്നേ ഇരുന്നിട്ട് ഈ അൽഗോരിതംസ് പഠിച്ചു തീർക്കാൻ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്.